ഇറാനിൽ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം വ്യാപിക്കുന്നു. 8ാം ദിവസത്തിലേക്ക് കടക്കുന്ന പ്രതിഷേധത്തിന് കൂടുതൽ ജനപിന്തുണ ലഭിക്കുകയാണ്. അതിനിടെ സമരക്കാർക്കെതിരെ പ്രകോപനപരമായ നിലപാടാണ് അയത്തുള്ള അലി ഖംനേയി സ്വീകരിക്കുന്നത്. പ്രതിഷേധക്കാരോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അടിച്ചമർത്തുകയാണ് വേണ്ടതെന്നാണ് ഖമനേയിയുടെ പ്രതികരണം. അമേരിക്കയോ ഇസ്രയേലോ ആണ് പ്രതിഷേധക്കാർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും ഖമനേയി. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. കൂടുതൽ ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്നു. നമ്മൾ ഒരുപക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കണ്ടിട്ടുള്ള കാഴ്ചകളൊക്കെ വീണ്ടും കാണുന്ന തരത്തിൽ ഒരു സാഹചര്യം. പക്ഷേ അതിൽ അമേരിക്കയുടെ പിന്തുണയുണ്ടോ എന്നതാണ് ശ്രദ്ധേയം. ഇന്നലെയും ഖമനേയി പറയുന്നത് അഫ്ഗാനിൽ എന്താണ് സംഭവിച്ചതെന്ന് അമേരിക്ക മറക്കണ്ട, തീക്കളിയാണെങ്കിൽ അതിനുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നൊക്കെ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഇന്നിപ്പോൾ ജനങ്ങൾക്ക് നേരെയും ആ തരത്തിൽ ഇത് അടിച്ചമർത്തപ്പെടേണ്ട പ്രക്ഷോഭം എന്ന രീതിയിൽ നിലപാടെടുക്കുകയാണ്. ഇറാനിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ശ്രീജ, ഇറാനിൽ ചെറിയ രീതിയിലൊരു വിലക്കയറ്റത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തിൽ തുടങ്ങി അതിപ്പോൾ 8 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വലിയൊരു പ്രക്ഷോഭമായി മാറിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ 42 പ്രൊവിൻസുകളിലേക്ക് വ്യാപിപ്പിക്കുന്ന തരത്തിലുള്ള വലിയൊരു പ്രതിഷേധമായി, ഒരു പ്രക്ഷോഭമായി തന്നെ ആ ഒരു സമരം മാറുന്നു എന്നുള്ളതാണ്. ഇതിനെതിരെ അവിടുത്തെ ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇപ്പോൾ ഇന്നലെ ഖമനേയി പറയുന്നത് സമരക്കാരോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അടിച്ചമർത്തുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി പറയുന്നു. അതായത് സമരത്തിനെതിരായിട്ടുള്ളൊരു നിലപാട് അവിടുത്തെ ഭരണകൂടം സ്വീകരിക്കുന്നു എന്നുള്ളത്. നേരത്തെ നമുക്കറിയാം 2022 മഹ്സ അമിനി എന്ന് പറയുന്ന യുവതി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ആ രാജ്യത്തുണ്ടായ സംഘർഷങ്ങളും സമരങ്ങളും അതിനുശേഷം അത് അടിച്ചമർത്താൻ ഭരണകൂടം നടത്തിയ ഇടപെടലുകളൊക്കെ നമുക്കറിയാം. അതിന് സമാനമായ അല്ലെങ്കിൽ അതിനും കുറച്ചുകൂടെ വലിയ രീതിയിലുള്ള ഒരു സമരമാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത്. സമരക്കാരുടെ ആവശ്യമെന്ന് പറയുന്നത് ഖമനേയി ഭരണകൂടം ഒഴിഞ്ഞു പോകണം, പകരം ഷാ ഭരണകൂടം അവിടെ തിരികെ എത്തണം. ജാവേദ് ഷാ പഹ്ലാവി അദ്ദേഹത്തെ അവിടെ അധികാരത്തിലെത്തിക്കണം എന്നുള്ളതാണ് ഈ സമരക്കാരുടെ ആവശ്യം. ഈ സമരക്കാർ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവന വരുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ സമരക്കാർക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ സമരക്കാരെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിശക്തമായ രീതിയിൽ അമേരിക്ക ഇടപെടുമെന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന നേരത്തെ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു സമരത്തിന് പിന്നിൽ, ഈ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഖമനേയി ഭരണകൂടത്തിനെതിരായിട്ടുള്ള സമരത്തിന് പിന്നിൽ ആരാണ് എന്നുള്ള ചോദ്യം പ്രധാനമായും ഉയരുന്നത്. 1979 ഇത്തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഷാ ഭരണകൂടത്തെ ഖമനേയി, പ്രതിപക്ഷത്തിലുണ്ടായിരുന്ന ഖമനേയി സമരത്തിലൂടെ അട്ടിമറിക്കുന്നതും പിന്നീട് അവിടെ ഖമനേയി ഭരണകൂടം വരുന്നതും മത നിയമം ഇറാനിൽ നടപ്പിലാക്കുന്നതും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രക്ഷോഭം രാജ്യത്ത് 1979 ശേഷം 2025 അവിടെ ഭരണകൂടത്തെ താഴെ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നത്. അത് 8 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഏത് തരത്തിൽ ഭരണകൂടം ഇടപെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഇപ്പോൾ അവിടെ അമേരിക്കയിലുള്ള പെഹ്ലാവി, റീസ പെഹ്ലാവിയൊക്കെ ഈ ഒരു സമരക്കാർക്ക് അനുകൂലമായ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ വെനസ്വേലയിൽ നമ്മൾ കണ്ടതുപോലെ ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. മാത്രമല്ല ഇറാനെ സംബന്ധിച്ച് ഇറാനും വലിയ എണ്ണ ഉൽപ്പാദന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാനിലേക്കും ഒരു കണ്ണ് അമേരിക്കയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ലോകത്തെ ചെറുതും വലുതുമായിട്ടുള്ള എണ്ണ രാജ്യങ്ങളെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക, തങ്ങൾക്ക് ഇഷ്ടമുള്ള ഭരണാധികാരികളെ ആ രാജ്യത്തെത്തിക്കുക എന്നുള്ള അമേരിക്കയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രക്ഷോഭമാണോ ഇറാനിൽ നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഇറാന്റെ ഭാഗത്തുനിന്ന് അവർ ആരോപിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. ഒന്നുകിൽ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രയേൽ, ഈ 2 രാജ്യങ്ങളിൽ ഏതോ ഒരു രാജ്യത്തിന്റെ പിന്തുണയോടുകൂടി നടക്കുന്ന പ്രക്ഷോഭമാണ് ഇറാനിൽ നടക്കുന്നത്. അതിനെ അടിച്ചമർത്തുകയല്ലാതെ ഈ സമരക്കാരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഖമനേയി കഴിഞ്ഞ ദിവസം പറയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ വെനസ്വേലയിൽ നടന്നതുപോലെ എന്തെങ്കിലും ഇറാനിൽ നടക്കുമോ എന്നുള്ളത് നമുക്ക് കരുതാൻ വയ്യ. കാരണം വെനസ്വേല അല്ല ഇറാനിൽ അതിശക്തമായ രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. അവർ ആണവ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊരു കടന്നുകയറ്റം അമേരിക്ക പ്രത്യക്ഷമായി നടത്തിയാൽ അതിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ഖമനേയി തന്നെ പറയുന്നുണ്ട്. നമുക്കറിയാം 2025 ഖമനേയിയെ വകവരുത്താനുള്ള നീക്കം അമേരിക്ക നടത്തിയതാണ്. പക്ഷേ അത് പരാജയപ്പെട്ടു, അല്ലെങ്കിൽ അത് പിന്നീട് ആ പദ്ധതി വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. പകരം അവിടുത്തെ ആണവ നിലയങ്ങളെല്ലാം തകർക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എന്നാൽ അതിലും വലിയ രീതിയിൽ അമേരിക്കയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ 2025
മറ്റൊരു പദ്ധതിയിലൂടെ 2026 മറ്റൊരു പദ്ധതിയിലൂടെ ഇറാന്റെ ഭരണകൂടത്തെ താഴെ ഇറക്കി തങ്ങൾക്ക് താല്പര്യമുള്ള ഷാ ഭരണകൂടത്തെ അവിടെ അധികാരത്തിലെത്തിക്കുക, അങ്ങനെ ഇറാനിലും തങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു ഭരണകൂടത്തെ കൊണ്ടുവന്ന് തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഭരണം ഇറാനിൽ നടക്കണം. അങ്ങനെ ലോകരാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ, എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ അമേരിക്ക നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ആദ്യ ഘട്ടമാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇറാനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ വെനസ്വേലയെ നമ്മൾ കാണേണ്ടതാണ്, ലാറ്റിൻ അമേരിക്കയും കാണേണ്ടതാണ്. വെനസ്വേലയിൽ ആക്രമണം നടത്തി കഴിഞ്ഞ ശേഷം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ക്യൂബയിലും കൊളംബിയയിലും ഇത്തരത്തിലുള്ള ചില പദ്ധതികൾ തങ്ങൾ കാണുന്നുണ്ട്. അത് ഉടനെ ഉണ്ടാകില്ലെങ്കിൽ പോലും ഒരുപക്ഷെ സമീപ ഭാവിയിൽ അമേരിക്കയ്ക്ക് ചില ഇടപെടലുകൾ നടത്തേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. ഇതേ ഇടപെടൽ ഇറാനിൽ നടക്കുന്നു. അങ്ങനെ അമേരിക്ക ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായിക്കൊണ്ട് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ അവർക്ക് താല്പര്യമുള്ള ഇടങ്ങളിൽ പോയി എന്തും ചെയ്യാമെന്നുള്ളൊരു നിലയിലേക്ക് അമേരിക്ക വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് റഷ്യയുടെയും ചൈനയുടെയും ഇറാന്റെയും ഒക്കെ സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും വെനസ്വേലയിൽ ഇത്തരം വലിയൊരു ആക്രമണം ഉണ്ടായിട്ടും അതിനെതിരെ ചെറുത്തു നിൽക്കാൻ ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. ഭാവിയിൽ ഒരു പക്ഷേ കൂടുതൽ ആക്രമണങ്ങൾക്ക് മുതിരാൻ അമേരിക്കയ്ക്ക് ഇതൊരു സഹായകരമായി മാറുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇറാനെ സംബന്ധിച്ച് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്, കഴിഞ്ഞ വർഷം ഇസ്രായേലുമായി വലിയ രീതിയിലുള്ള യുദ്ധം നടക്കുന്നു, അമേരിക്ക ഇടപെടുന്നു. അങ്ങനെ ഇറാനെ സംബന്ധിച്ച് അവരുടെ പ്രോക്സികളെല്ലാം ശക്തിയില്ലാതെ എല്ലാം ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം. അതിനുശേഷം ഇപ്പോൾ രാജ്യത്തെ ജനങ്ങൾ തന്നെ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം. അതിന് അമേരിക്കയുടെ പിന്തുണ കിട്ടുന്നു. സ്വന്തം ജനങ്ങളായതുകൊണ്ട് തന്നെ എത്രത്തോളം അവർക്ക് അടിച്ചമർത്താൻ പറ്റും, അവിടുത്തെ ഭരണകൂടത്തിന് അവർക്കെതിരെ എന്തെല്ലാം നടപടി എടുക്കാൻ കഴിയുമെന്നുള്ളത് വലിയ അവർക്ക് തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കയാണ്. കാരണം വലിയ രീതിയിൽ ഈ ആളുകൾക്കെതിരായിട്ടുള്ള നടപടി ഉണ്ടായാൽ അത് വീണ്ടും പ്രശ്നങ്ങൾ ഗുരുതരമാക്കാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയെങ്കിൽ ഖമനയുടെ ഭരണകൂടത്തിന് അധികനാൾ അവിടെ തുടരാനാകില്ല. കാരണം അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളടക്കം ഇറാനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴുണ്ടായ ഈ പ്രശ്നം ഏത് തരത്തിൽ പരിഹരിക്കും എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയായിട്ട് മുന്നോട്ടുള്ളത്. മാത്രമല്ല നമുക്കറിയാം, നേപ്പാളിലും ബംഗ്ലാദേശിലും ഉണ്ടായ അതേ സംഭവം ഇറാനിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം കൂടി ഒരുപക്ഷെ ഇറാൻ ഉണ്ടാവും. പക്ഷേ അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പാശ്ചാത്യ ഉപരോധം മൂലം സാമ്പത്തിക പ്രതിസന്ധിയിലായ ഇറാനിൽ ഒരു വിലക്കയറ്റ വിരുദ്ധ പ്രക്ഷോഭം എന്നൊക്കെയുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ അത് നിയന്ത്രണാതീതമായ സാഹചര്യത്തിലേക്ക് പോകുന്നു. 10 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. അതിനിടയിലാണ് പ്രതിഷേധത്തിന് ജനപിന്തുണയേറുന്നതും സമരക്കാരെ പ്രക്ഷോഭകാരികളെ നിലയ്ക്ക് നിർത്തണമെന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനെയി നിർദ്ദേശിച്ചിരിക്കുകയും ചെയ്തത്. എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ നിയന്ത്രണാതീതമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇടപെടുമെന്ന മുന്നറിയിപ്പ് ഒരു 3 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അമേരിക്ക നൽകിയതാണ്. സമാധാനപരമായി സമരം ചെയ്യുന്നവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചാൽ ഇറാനിൽ ഇടപെടുമെന്നായിരുന്നു അന്ന് ട്രംപിൻ്റെ പ്രഖ്യാപനം. എന്തായാലും 2022 നമ്മൾ കണ്ടിട്ടുള്ള ഇറാനിൽ കണ്ട സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ആ രാജ്യത്ത് അരങ്ങേറുന്ന ഏറ്റവും വലിയ പ്രതിഷേധ പരമ്പരയാണ് ഇപ്പോൾ കാണുന്നത്.